കോതമംഗലത്ത് ലവ് ജിഹാദ് കേസിൽ പ്രതിയായ റമീസിന് ഇന്ന് തന്നെ കസ്റ്റഡിയിൽ അപേക്ഷ നൽകും. റമീസിന്റെ മാതാപിതാക്കളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള സുഹൃത്തിനെയും ചോദ്യം ചെയ്യും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി സുബിൻ തോമസ് ആണ് ചേരുന്നത്. സുബിൻ, ഈ ലവ് ജിഹാദ് കേസിൽ പ്രതിയായിട്ടുള്ള ഈ റമീസിനെ ചോദ്യം ചെയ്യും എന്ന നിലയിൽ ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട്. നമുക്കറിയാം, ജനം ടി വിയാണ് ആദ്യം ഈ വാർത്ത ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇത്തരമൊരു ഇനിഷ്യേറ്റീവ് എടുത്തില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ തേച്ചുമാച്ച് കളയുന്ന മറ്റൊരു കേസായി ഈ കുട്ടിയുടെ കേസും മാറുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇതൊരു വിവാദമായ മാറിയ സാഹചര്യത്തിൽ, നമ്മളുടെ വാർത്ത വലിയ തോതിൽ കേരളത്തിൽ ചർച്ച ചെയ്ത സാഹചര്യത്തിൽ ഇപ്പോൾ പോലീസ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സുബിൻ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. പലപ്പോഴും സമാനമായ കേസുകൾ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ വരുമ്പോൾ പലപ്പോഴും പല കോണുകളിൽ നിന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ കേരളത്തിലില്ല എന്നുള്ള ഒരു കാര്യമാണ് പല കോണുകളിൽ നിന്ന് രാഷ്ട്രീയമായും അല്ലാതെയും എല്ലാം ഉയർന്നു വന്നിരുന്ന ഒരു കാര്യമെന്നുള്ളത്. ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നവും കേരളത്തെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ കോതമംഗലത്തെ സംഭവമെന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെയും മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകൾ ചുമത്താൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കൃത്യമായ തെളിവുകൾ ശേഖരിക്കേണ്ടതായി ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കൃത്യമായി പരിശോധനകൾ നടത്തേണ്ടതായുണ്ട്. ഈ പ്രതിയായിട്ടുള്ള റമീസിനെ കൂടുതലായി ചോദ്യം ചെയ്യണം. കൂടാതെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഈ പെൺകുട്ടി കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഈ കാമുകനും അതുപോലെ തന്നെ മാതാപിതാക്കളും നിർബന്ധിത മതപരിവർത്തനത്തിന് നിർബന്ധിച്ചു. കൂടാതെ ഈ മതം മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി, കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇതിനെല്ലാം തന്നെ ചെറുത്തപ്പോൾ ഈ ആക്രമിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റമീസിന്റെ മാതാപിതാക്കളെയും നിലവിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതായി ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ഇവർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ആലുവയ്ക്ക് സമീപത്തുള്ള ഇവരുടെ വീട്ടിൽ തന്നെ ഇവരുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് എന്തായാലും പോലീസ് ഉള്ളത്. അതങ്ങനെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരമെന്ന് ഇന്ന് രാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നിലവിൽ അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതായുണ്ട്. ആ ചോദ്യം ചെയ്യലിന് ശേഷം ഇവർക്കെതിരെയും വകുപ്പുകൾ ചുമത്തേണ്ടതായി വരും. കാരണം ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി ഈ മർദ്ദിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായി പെൺകുട്ടി തന്നെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെയും മറ്റു ഗുരുതരമായ വകുപ്പുകൾ ചുമത്തേണ്ടതായി വരും. അങ്ങനെ ചുമത്തി ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത തള്ളിക്കളയാനാവില്ല. എന്തായാലും ഇതിനെല്ലാം ശേഷം മാത്രമേ, ഒരു കൃത്യമായ തെളിവ് ശേഖരണത്തിന് മാത്രമേ മറ്റു നടപടിക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകൾ ചുമത്തൂ എന്നുള്ളതാണ് എന്തായാലും പോലീസ് പറഞ്ഞിട്ടുള്ളത്. നിലവിലിപ്പോൾ കോതമംഗലത്ത് നിന്ന് അന്വേഷണ സംഘം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ഉച്ചയോടുകൂടി ലഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മറ്റു നടപടിക്രമങ്ങൾ അത് കൂടുതലായി പരിശോധിക്കേണ്ടതായുണ്ട്. അതിനുശേഷം കൂടുതൽ മൊഴി രേഖപ്പെടുത്തേണ്ടതായുണ്ട്. കാരണം ഈ പെൺകുട്ടിയും പ്രതിയായിട്ടുള്ള റമീസും തമ്മിൽ ഏകദേശം 5 വർഷത്തിലധികമായി ഈ ഒരു പ്രണയബന്ധത്തിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തേണ്ടതായുണ്ട് ഇവരുടെ ഒരു ബന്ധവുമായി ബന്ധപ്പെട്ട്. കൂടാതെ ഇവർ പോയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ മറ്റ് തെളിവുകളും ശേഖരിക്കേണ്ടതായുണ്ട്. പോലീസ് പറയുന്നത് പ്രകാരം ഇപ്പോഴും ഈ ഒരു മതപരിവർത്തനം എന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോഴും ഒരു മെല്ലെപ്പോക്ക് അല്ലെങ്കിൽ ആ ഒരു വാദം ഒരു ഗുരുതരമായ ഒരു ആരോപണത്തെ ഇപ്പോഴും നിസ്സാരമായി കാണുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും കേരളത്തിൽ ഈ ലവ് ജിഹാദ് കേസുകൾ ഇത് ആദ്യത്തേതല്ല. ലവ് ജിഹാദിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇര എന്ന നിലയിൽ വേണം നമ്മൾ ഈ പെൺകുട്ടിയെ നോക്കിക്കാണാൻ. ഇന്നിപ്പോൾ അവിടെ വലിയ പ്രതിഷേധത്തിനൊക്കെ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആഹ്വാനം ചെയ്തിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, PC ജോർജ് വൈകിട്ട് BJP മാർച്ചിന് നേതൃത്വം നൽകുമെന്ന് പറയുന്നു. കാരണം ഈ ക്രിസ്ത്യൻ പെൺകുട്ടികളെ തുടർച്ചയായി ഇത്തരത്തിൽ ജിഹാദികൾ തട്ടിക്കൊണ്ട് പോകുന്ന വിഷയത്തിൽ ഏറ്റവും ശക്തമായി ഈ വിഷയം ഉയർത്തിപ്പിടിച്ച ഒരു നേതാവ് കൂടിയാണ് PC ജോർജ്. അദ്ദേഹം അവിടേക്ക് എത്തുന്നതെന്നാണല്ലോ അറിയാൻ കഴിയുന്നത്. സുബിൻ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഇത്തരത്തിൽ നിരന്തരമായ കേസുകൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ പെൺകുട്ടികൾ ഈ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാകുന്നു, ഇത്തരത്തിൽ ലവ് ജിഹാദ് കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോഴും അതില്ല എന്ന് വാദിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും PC ജോർജ് ആണ് ഈ ഒരു വിഷയത്തിൽ വലിയ ഒരു നിലപാടെടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങളിലൂടെ തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്തത്. ഇത്തരത്തിൽ ഇന്ന് ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷം PC ജോർജ് ഇന്ന് കോതമംഗലത്ത് എത്തുന്നുണ്ട്. പെൺകുട്ടിയുടെ വീട്ടിൽ സന്ദർശനം
നടത്തുന്നുണ്ട്. കോതമംഗലത്തെ പെൺകുട്ടിയുടെ വീട്ടിൽ സന്ദർശനം നടത്തുന്നുണ്ട്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടി PC ജോർജ് പെൺകുട്ടിയുടെ വീട്ടിൽ എത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. കൂടാതെ വൈകിട്ട് BJPയുടെ പ്രതിഷേധവുമുണ്ട്. BJP നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് കോതമംഗലം പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഇത്തരത്തിൽ കേസുകൾ ഉണ്ടാകുമ്പോഴും ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ ഉണ്ടാകുമ്പോഴും ഇതിനെയെല്ലാം നിസ്സാരവൽക്കരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും നിലപാടിലാണ് BJPയുടെ പ്രതിഷേധം ഇരമ്പുന്നത്. കോതമംഗലത്തെ ലവ് ജിഹാദ് വിഷയത്തിൽ കേരളത്തിലാകെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്നിപ്പോൾ വൈകുന്നേരം BJPയുടെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധ മാർച്ച് നടക്കുന്നു. ലവ് ജിഹാദ് കേസിൽ പോലീസിന്റെ മെല്ലെപ്പോക്ക് നയം കോതമംഗലത്തും നമുക്ക് കാണാൻ കഴിയുന്നു എന്നാണ് സുബിൻ തോമസ് റിപ്പോർട്ട് ചെയ്യുന്നത്.